ശിവാനി നിൽക്ക്. ശിവാനി, ശിവാനി, നീ ഇത് എവിടെ പോവാ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ട് നീ മനസ്സിലാക്കാത്ത? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇപ്പോഴെന്താ നീ എന്റെ ആക്ട് കണ്ട് ഫുൾ ഫ്ലാറ്റ് ആയല്ലേ? എന്റെ ഫാൻ ആയല്ലേ നീ? എന്റെ നാടകം ഒരിക്കൽ കൂടി കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? നോ പ്രോബ്ലം. ഒരു കാര്യം ചെയ്യ്, ഇവിടെ അടുത്ത് ആ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? ഏതായിരുന്നു അത്? മറവൂര്. ആ സ്ഥലത്തേക്കാ ഞങ്ങള് പോകുന്നേ. മറവൂര്? നീ വേണമെങ്കി വന്നോ. അല്ല, എനിക്ക് ശരിക്കും അറിയാം നിനക്ക് എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. വന്നു വന്നു, ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു. ഇത് എത്ര നേരമായി സംസാരിച്ചോണ്ടിരിക്കുന്നു? അവളെ പോയി വിളിച്ചോണ്ട് വാ. ഓ ശൈലു, വേഗം വാ മോളെ. എനിക്കും അങ്ങനെ തന്നെയാ. നിന്നോട് ഒരുപാട് സംസാരിക്കാനുണ്ട്. വരണം കേട്ടോ. അല്ല ശിവാനി, ഞാൻ അവിടേക്ക് ഇവിടെ വെച്ച് സംസാരിക്കേണ്ടെന്ന് പറയുന്നതിനൊരു കാരണമുണ്ട്. അതുപോലെ അവിടെ വെച്ച് സംസാരിക്കാന്ന് പറയാനും കാരണമുണ്ട്. വരുമല്ലോ അല്ലേ? ശരി, വരാം. നീ പറഞ്ഞിടത്തേക്ക് തന്നെ വരാം. അവിടെ വെച്ച് സംസാരിക്കാം. ആഹാ, ഗുഡ് ബോയ്. വരണം കേട്ടോ. ബൈ. അവൻ ശിവാനി ശിവാനി എന്ന് പറയുന്നത് ഞാൻ കേട്ടതാ. അപ്പോ അവൻ അവളെ കണ്ടു എന്നുള്ള കാര്യം ഉറപ്പാ. അങ്ങനെയെങ്കിൽ എന്റെ ആജന്മ ശത്രു ആ ശിവാനി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നർത്ഥം. ധനഞ്ജയ, നീ എന്താ ഇത്ര ആലോചിക്കുന്നത്? നിനക്ക് എന്താ മോനെ പറ്റിയേ? ഓഹോ, തൃശ്ശൂര് വാക്ക് തെറ്റിച്ചല്ലോ എന്ന് ഓർത്തിട്ടാണോ നീ ടെൻഷൻ ആവുന്നത്? ഇല്ലമ്മേ, അങ്ങനെയൊന്നുമില്ല. എന്തോ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത, അത്രയോ. കൊച്ചളിയ, അല്ല അളിയനിനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ അത് എന്നോട് പറഞ്ഞൂടെ? മൂത്ത അളിയനാണെങ്കിൽ പോലും എന്ത് പ്രശ്നം വന്നാലും എന്നോടായിരുന്നു സജഷൻ ചോദിച്ചോണ്ടിരുന്നത്. എനിക്കതിന് പെട്ടെന്ന് തന്നെ ഉത്തരവും കിട്ടുമായിരുന്നു. പെട്ടെന്ന് അവൻ ഉത്തരം കിട്ടില്ലായിരുന്നു, പക്ഷെ പെട്ടെന്ന് എവിടെന്നെങ്കിലും അടി കിട്ടും. ധനഞ്ജയ, നീയും ദിഗ്വിജയനെ പോലെ തന്നെയാണല്ലോ ചിന്തിക്കുന്നത്. അവന് മനസ്സിന് എന്തെങ്കിലും അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ടെൻഷനാവും. തനിയെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കും. നീയും അതുപോലെ തന്നെ. ഞാൻ നിങ്ങളുടെ മകൻ ദിഗ്വിജയൻ തന്നെയാ. മാത്രമല്ല, തൃശൂലിന്റെ ഭാര്യ ശിവാനി ഒരു നാഗറാണിയാണ്. അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ചേട്ടാ, എന്നാ ചേട്ടാ, ഇവിടെ എവിടെ നാടകം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതെവിടെ? നാടകം? ഏത് നാടകം? അല്ല, അത് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഇവിടെ നാടകം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ നാടകം ഇന്നലെ ശ്രീരംഗപട്ടണത്തിൽ വെച്ച് നടന്നിരുന്നു. പിന്നെ ചോദിച്ചപ്പോ ഇവിടെ അടുത്തെവിടെയോ അതേ നാടകം തന്നെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അത് ഇവിടെ തന്നെ എവിടെയോ അടുത്താണെന്ന് അറിഞ്ഞേ. അവരവരുടെ ടെന്റൊക്കെ കെട്ടിയിട്ടുണ്ട്. അത് എവിടെയാണെന്ന് അറിയോ? എന്താടാ വച്ചന നീ പറയുന്നത്? ഇവിടെയൊക്കെ ആരും നാടകം കളിക്കാൻ വരാനാ? അതേട്ടാ, എന്റെ ശിവാൻ. അതിന്റെ പേര് സ്വപ്നസുന്ദരി എന്നാ. ഷൈലു എന്ന ആളുടെ അവരെന്നോട് പറഞ്ഞത്. ഇവിടെ ആരും നാടകവും കിടവും ഒന്നും കളിക്കുന്നില്ല. എടാ കൊച്ചനെ, നിന്നെ ആരോ പറഞ്ഞ് പറ്റിച്ചതാ കേട്ടോ. മനുഷ്യൻ ഇവിടെ ജീവിച്ചു പോകാൻ തന്നെ പെടാപ്പാട് വിട്ടോണ്ടിരിക്കുക. അതിനിടയ്ക്ക് ആരെങ്കിലും ഒക്കെ നാടകം കളിക്കാൻ പോവോ? പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നാടകം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പോവുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നാടകവും ഇല്ല, അതിനോട്ട് പോകാറുമില്ല. ഈ നാട്ടിൽ അത്രയ്ക്ക് ആൾക്കാർ പോലും ഇല്ല. പിന്നെ ഇവിടെ നാടകം കളിച്ചിട്ട് നിൽക്കാനാ? നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ ഇപ്പൊ ടൗണിലാന്നേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്നെ ആരോ ശരിക്കും പറ്റിച്ചു വിട്ടതാ. ചെന്ന് വല്ല പണിയുണ്ടോ നോക്ക്.
ശിവാനി, ശിവാനി, എന്നോട് കള്ളം പറഞ്ഞിട്ട് പോയല്ലേ? നീ വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യും. എന്താ മോനെ, നീയല്ലേ ഇന്ന് രാവിലെ കിടന്ന് വഴക്കുണ്ടാക്കിയത്? എന്നിട്ട് ഈ വീട്ടിൽ തന്നെ വന്നിരിക്കുന്നു. അവരിങ്ങോട്ട് വരില്ല. വരില്ലേ? അതെന്താ? അല്ല, നാടകം കഴിഞ്ഞാ പിന്നെ വീട്ടിലേക്ക് വന്നല്ലേ പറ്റൂ. എന്താ മോനെ, എന്താ നീ പറയുന്നേ? നാടകക്കാരെന്ന് വെച്ചാ ഒരു നാട്ടിൽ പോയി അവിടെ നാടകം കളിച്ച് അവിടുന്ന് മറ്റൊരു നാട്ടിൽ പോയി നാടകം കളിച്ച് അങ്ങനെയുള്ളവരാ. അവർക്ക് ഈ നാടോടികളെ പോലെയാ. ഇവിടുന്ന് ഇറങ്ങിയാ പിന്നെ എപ്പോഴാ തിരിച്ചു വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നീ ഇവിടെ അവരെ കാത്തിരുന്നിട്ട് ഒരു കാര്യമില്ല മോനെ. വെറുതെ നിന്റെ സമയം കളയണോ? അവർ ഇന്ന് രാവിലെ ഇവിടുന്ന് പോയതേ ഉള്ളൂ. കഴിഞ്ഞ 4 മാസം അവർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അവരിനി എന്നാ വരാ? അവരിനി എന്നാ വരുന്നതെന്ന് ദൈവത്തിനെ അറിയൂ. മോന് നല്ല പഠിപ്പുണ്ടെന്ന് തോന്നുന്നല്ലോ. പിന്നെന്തിനാ ഈ നാടകത്തിന്റെ പുറകെ നടക്കുന്നേ? മോൻ വിചാരിച്ച കുറച്ച് നല്ലൊരു ജോലിയൊക്കെ നിനക്ക് വാങ്ങിച്ചൂടെ? നാടകത്തിന് വേണ്ടിയൊന്നുമല്ല, എനിക്ക് അവരോടൊരു പ്രധാന കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യ്, മോന്റെ നമ്പർ ഇതാ. അവര് വന്ന ഉടനെ ഞാൻ നിന്നെ വിളിച്ച് പറയാം. നീ വെറുതെ ഇവിടെ ഇരുന്ന് സമയം കളയണം. 973. എന്നാ ശരി മോനെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ശിവാനി എന്നോട് കള്ളം പറഞ്ഞിട്ട് എവിടേക്ക് പോയതായിരിക്കും? കനകദുർഗയെത്തി, ഇറങ്ങ. നമസ്കാരം. വന്നാട്ടെ. താമസിച്ചപ്പോഴേ ഇനി എങ്ങാനും വന്നില്ലെങ്കിലോ എന്ന് ഞങ്ങൾ ആകെ പേടിച്ചു പോയി. ഓ സോ സോറി. വരുന്ന വഴിയിൽ കുറച്ച് പ്രോബ്ലം ആയി പോയി. നിങ്ങൾക്കറിയാലോ, ക്രേസി ഫാൻസ്. ഇവിടെ ആരും ഇല്ലെന്നോർത്താണോ നോക്കുന്നേ? നിങ്ങൾ വരുന്ന കാര്യം ഇവിടെ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാരും അറിയിച്ചു കഴിഞ്ഞാ കൂവല്, ബഹളം, ഓട്ടോഗ്രാഫ്, ഫോട്ടോഗ്രാഫ് ഇതെല്ലാം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ ആരെ അറിയിക്കാഞ്ഞത്. ഓ നോ, ഫാൻസ് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് വേറെ ലെവൽ എനർജി കിട്ടുള്ളൂ. പാവം, അവർക്ക് ഇഷ്ടമുള്ളപ്പോ എന്നെ വന്ന് മീറ്റ് ചെയ്യട്ടെന്നേ. അപ്പൊ പിന്നെ നിങ്ങള് ബംഗ്ലാവിലേക്ക് പോക്കോ. ബംഗ്ലാവോ? അത് ഞങ്ങളുടെ നാട്ടിലെ വലിയ പ്രമാണിയുടെ വീടാ. നിങ്ങളും നിങ്ങളുടെ ആൾക്കാരും പോയിട്ട് അവരെ നാടകത്തിന് ക്ഷണിക്കണം. എന്ത്? ഞങ്ങള് പോയി അവരെ ഇൻവൈറ്റ് ചെയ്യണമെന്നോ? ഒരിക്കലും ഇല്ല. ഈ ശൈലു ചെല്ലുന്ന ഇടത്തെ എല്ലാം വലിയ ആൾക്കാര് വന്ന് നേരിട്ട് കാല് പിടിക്കാറാണ് പതിവ്. അങ്ങനെയുള്ളപ്പോ അങ്ങനെയല്ല മാഡം, തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളുടെ നാട്ടിൽ എന്ത് വിശേഷപ്പെട്ട പരിപാടി നടന്നാലും അവരെ ക്ഷണിക്കുക പതിവാ. അവര് കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുന്നവരാ. അതുകൊണ്ടാണ് ക്ഷണിക്കാൻ പറഞ്ഞത്. ശൈലു, പറഞ്ഞേക്ക്. ആ വീട്ടുകാർ വന്നാൽ നമുക്ക് നല്ലതാണ്. കളക്ഷൻ അങ്ങ് കൂടും. ഓക്കെ, പറഞ്ഞേക്ക്. ഓക്കെ, പോകാം. അവരുടെ പേരെന്താന്ന് പറഞ്ഞേ? ദിഗ്വിജയ്. ദിഗ്വിജയ്.
വളരെ നല്ലതാണല്ലോ. അതെ മോളെ, വളരെ വലിയ വീടാ. അതായത് ഞാൻ 1990 ധരണി എന്ന നാടകം കളിക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് അതെ, ഒന്നും മിണ്ടാതിരിക്കാമോ? വീണ്ടും പഴങ്കഥ തുടങ്ങണ്ട. ഷൈലു, എന്തിനാ ഇതൊക്കെ? റൂൾസ് ഫോളോ ചെയ്യണല്ലോ. വലിയൊരു വീട്ടിലേക്കല്ലേ നമ്മൾ പോകുന്നത്. ഈ ഹീറോയിനെ അവരൊന്നും അത്ര പെട്ടെന്ന് കാണണ്ട. ഈ ഹീറോയിന് ഒരു റേഞ്ച് ഉണ്ടല്ലോ. Come on, follow me. മധുമതി, തൃശ്ശൂര് പിന്നെങ്ങനെ നിന്നെ ഫോൺ ചെയ്തിരുന്നോ മോളെ? ഇല്ലമ്മേ, ഞാൻ അവനെ ഫോൺ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. എങ്ങോട്ടാണോ പോയത്? മനസ്സിന്റെ വിഷമങ്ങളൊക്കെ മാറിയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് അവൻ കത്തിലെഴുതിയിട്ടുണ്ടായിരുന്നു. മറക്കാൻ പറ്റുന്ന വേദനയാണോ അവന്റെ മനസ്സിലുള്ളത്? അതൊരിക്കലും ആർക്കും മായ്ക്കാൻ പറ്റാത്ത ഒന്നല്ലേ. ശിവാനി മരിക്കുന്നതുവരെ അവര് സന്തോഷത്തോടെയല്ലേ ജീവിച്ചത്. ഇനി തൃശ്ശൂലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലോകം അവളുടെ ഓർമ്മയാണ്. എടി തങ്കമണി, പറയടി മുത്തുമണി, എന്ത് വലിയ വീടാണല്ലേ. ഞാൻ ഈ സിനിമയിൽ മാത്രമേ ഇത്ര വലിയ വീട് കണ്ടിട്ടുള്ളടി. ആരാ നിങ്ങളെല്ലാം? അമ്മേ നമസ്കാരം. എന്താ കാര്യം? എന്താ എല്ലാരും കൂടി? ഒന്നുമില്ലമ്മേ, നമ്മുടെ നാട്ടിലൊരു നാടകം നടക്കുന്നുണ്ട്. എന്ത് കാര്യം നടന്നാലും ആദ്യം ക്ഷണിക്കുന്ന ഇവിടെ ഉള്ളവരെ ആണല്ലോ. അതുകൊണ്ട് ഇവരെ എല്ലാരും കൂട്ടിക്കൊണ്ട് വന്നതാ. ആ അതെയോ? അമ്മേ നമസ്കാരം. ഞാൻ തങ്കരത്ന പശുപതി. ഈ നാടകത്തിന്റെ തിരക്കഥയും സംവിധാനവും എല്ലാം ഞാനാ. അവര് ചോദിച്ച ചോദിച്ചില്ലെങ്കിലും പറയണ്ടേ, മിണ്ടാതിരിക്കണം. ബിൽഡപ്പിന് ഒരു കുറവില്ലല്ലേ. വരൂ, എല്ലാവരും ഇരിക്കെ. മധുമതി, ജ്യൂസ് കൊണ്ടുവാ മോളെ. ആ കൊച്ചമ്മേ നമസ്കാരം. നമസ്കാരം. അമ്മേ, ആരാ ഇവരൊക്കെ? ഇവരൊക്കെ നാടകക്കാരാ. കൊച്ചമ്മേ, മുതലാളി എവിടെ പോയി? അദ്ദേഹം അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോയിരിക്കും. ഓഹോ, അല്ല എന്തു പറ്റി? എല്ലാരും ഒരുമിച്ചാണല്ലോ വന്നിരിക്കുന്നത്. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്നോടും പറയാട്ടോ. ഇപ്പൊ അളിയൻ ഈ വീട്ടിലില്ലെങ്കിൽ പിന്നെ എല്ലാം ഞാനാ നോക്കുന്നേ. ഇരുന്നോ. ആ പിന്നെ ആരാ നിങ്ങളുടെ ഹീറോയിൻ? ഇവള് ഷൈലു. ഞാനാ. ആ എനിക്ക് മനസ്സിലായി നിങ്ങളാണെന്ന്. നിങ്ങൾക്കൊരു ഹീറോയിന്റെ ലുക്കൊക്കെ ഉണ്ട്. പിന്നെ
നിങ്ങളുടെയൊക്കെ കഥാപാത്രങ്ങളുടെ പേരെന്താ? ഞങ്ങൾ ചെറിയ കഥാപാത്രങ്ങളാ ചെയ്യുന്നത്. തങ്കമണി, മുത്തുമണി. ഓ ഇരുന്നു. നമസ്കാരം കൊച്ചു മുതലാളി. നമസ്കാരം. ഇതെന്റെ പ്രിയപ്പെട്ട കൊച്ചളിയനാ. നമസ്കാരം സർ. ഞാനാണ് ഷൈലു. അയ്യോ സോറി, നടന സൗന്ദര്യം ഷൈലു. സ്വപ്നസുന്ദരി നാടകത്തിന്റെ ഹീറോയിൻ. അന്ന് സാധാരണ ഷൈലു, ഇന്നീ സൂപ്പർ സ്റ്റാർ ഷൈലു സർ. ഇന്ന് നിങ്ങളുടെ നാട്ടിൽ സ്വർണമലയുടെ അവിടെ ഞങ്ങളുടെ നാടകം നടത്തുന്നതാണ്. അങ്ങ് തീർച്ചയായും വരണം സർ. ആയിക്കോട്ടെ സർ, ഇത് ഞങ്ങളുടെ 101ാമത്തെ പ്രദർശനമാണ്. മിസ് ചെയ്യാതെ ഉറപ്പായിട്ടും വരണേ. ഞാൻ തന്നെയാണ് ഈ നാടകം എഴുതിയത്, ഞാൻ തന്നെയാണ് സംവിധാനം ചെയ്യുന്നത്. ഞാൻ ശൈലുവിന്റെ അസിസ്റ്റന്റ് പ്രകാശൻ. നിങ്ങൾ എല്ലാവരും കൂടെ വന്ന് എനിക്ക് വലിയ ആശീർവാദം തരണം സർ. ഒരു നിമിഷം സർ. സർ, ഇതാണ് ഞങ്ങളുടെ നാടകത്തിന്റെ നോട്ടീസ്. അങ്ങെപ്പോലുള്ളവരുടെ ആശീർവാദമാണ് സർ ഞങ്ങളെ പോലുള്ളവർക്ക് ശക്തി തരുന്നത്. സർ, വൈകുന്നേരം ഉറപ്പായും വരില്ലേ സർ? വരില്ലേ സർ? എനിക്ക് സാറിന്റെ ആശീർവാദം തീർച്ചയായും വേണം. ഇതാ സർ. താങ്ക് യു സർ. ഞങ്ങൾ പോയിട്ട് വരാം സർ.